ഹലോ, എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഈസ് ദാറ്റ് ദിസ് മച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൊണ്ടാണോ ഞാൻ വരുന്നത്? എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ലവ് എന്തൊരു കളിയാണ്. മേ ബി ആരോ എൻ്റെ മൈൻഡ് റീഡ് ചെയ്തിട്ടുണ്ട്. സംബഡി ഈസ് തിങ്കിങ് ഐ എം ഡീപ്ലി ഇൻവെസ്റ്റഡ് ടു സംവെയർ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാലും അങ്ങനെ ഒരു 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 സംഭവത്തിൽ എനിക്ക് കുറേ റീൽസ് വരുന്നതിൽ ആ റീൽസിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ടു മീ ഇസ് ട്രസ്റ്റ്. വാട്ട് ഈസ് ദാറ്റ് ഈസ് മീൻ ടു ബി ട്രസ്റ്റ്. അങ്ങനെ കുറേ അതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഒരാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇവഞ്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു മാറ്ററൊക്കെ ആണെങ്കിൽ യെസ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും ലവിൻ്റെ ഫസ്റ്റ് ബേസ് അങ്ങനെയാണോ ഉണ്ടാവില്ല? എല്ലാവരും ലവ് റിലേഷൻഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എന്നാണോ ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്? അല്ല. ഇപ്പോൾ ഒരു ബേസിക്കലി നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് മറ്റേ ആളോടൊരു ഒരു അട്രാക്ഷൻ വരണം, ഒരു ക്രഷൊന്നും വേണമെന്നില്ല. എന്നാലും നമ്മുടെ ആ കാഴ്ചയ്ക്ക് നമ്മളുമായിട്ടത് സിങ്ക് ആവണം. നമുക്ക് ആ കാഴ്ചയിൽ അയാളെ ഓക്കെ ആയിരിക്കണം. ബേസിക് ഏത് റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലവ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് അബൌട്ട് എവ്രി റിലേഷൻഷിപ്പ്. അതിൻ്റെ ഒരു അടിസ്ഥാനം അട്രാക്ഷനാണ്. ഒരാൾക്ക് ഒരാളടുത്ത് തോന്നുന്നൊരു ടിക്ക്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വാട്ട് ഈസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അട്രാക്ഷൻ. ഫിസിക്കൽ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു പേഴ്സണിന് വേണ്ടി നമ്മൾ അറ്റൻഷൻ മുഴുവൻ കൊടുക്കും. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അയാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. പല തിങ്സും ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. ചിലപ്പം നമ്മൾ ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാം, മേ ബി ഒരു ചോക്ലേറ്റ്, ബട്ട് സ്റ്റിൽ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റാണ്. അയ്യോ, ഇവിടെ സൗണ്ട് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ട്രസ്റ്റ് അങ്ങനെ ഡെവലപ്പ് ആവുന്നതാണ്. ആദ്യം ആ ട്രസ്റ്റ്, എനിക്കൊരാളോട് ട്രസ്റ്റ് തോന്നണമെങ്കിൽ എനിക്ക് ആളിൽ നിന്ന് അറ്റൻഷൻ പ്രോപ്പറായിട്ട്, വേറെ ആരെയും അറ്റൻഷൻ ആൾ വേറൊരാൾക്ക് കൊടുക്കൂല എന്നുള്ളൊരു ഫീൽ എനിക്ക് വരണമെങ്കിൽ എനിക്ക് ഇതായിട്ട് എനിക്ക് ആ ഒരു എന്നോടുള്ള ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യണം. എനിക്ക് വേണ്ടി പല കാര്യങ്ങളും മാറ്റി വയ്ക്കണം. ചിലപ്പോൾ ഒരു ഡേറ്റ്, ഇപ്പം നിങ്ങൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നിരിക്കുക, ആൾ ഫസ്റ്റ് ഡേറ്റ് തന്നെ മാറ്റാൻ ഉള്ള ഒരു ഒരുക്കത്തിലാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. അപ്പം തന്നെ അത് ഒഴിവാക്കി കളയുന്നത് നല്ലത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യം, കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ എൻ്റെ കൂടെ. പിന്നെ ഒരു ധൈര്യം ഉണ്ടല്ലോ, നമുക്കൊരു ധൈര്യവും കൂടെ വേണം. ഇന്ന് കാര്യങ്ങൾ ചെയ്താൽ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ, അല്ല എന്ത് വന്നു കഴിഞ്ഞാലും ഞാനത് നേരിടും. അതിനേക്കാളും പ്രയോറിറ്റി ആ പറയുന്ന പെർട്ടിക്കുലർ വ്യക്തിയാണ്. ഇതൊക്കെയാണ് നമ്മളൊരു ട്രസ്റ്റ് ജനിപ്പിക്കുക. ഈ ട്രസ്റ്റ് ജനിക്കണമെങ്കിൽ ആൾക്ക് അത്രയും ക്രേവിങ്ങും അട്രാക്ഷനും നമ്മളുടെ അടുത്ത് വേണം. അത് എനിക്ക് ഫീൽ ചെയ്യണം. അത് തിരിച്ചെനിക്ക് അങ്ങോട്ടും ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചങ്ങോട്ടും അവർക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ വിശ്വാസവും. ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ് അട്രാക്ഷനാണ്. അതിനെ എത്ര കാലം മുന്നോട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുന്നു അത്രയും കാലം ആ ട്രസ്റ്റ് ബ്രോക്കൺ ആവില്ല. ഇപ്പം ചില പഠിച്ച കള്ളന്മാരുണ്ട്, ഭാര്യയുടെ അടുത്തോ ഭർത്താവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര എക്സ്ട്രീം ലവൊക്കെ കാണിച്ചിട്ട് ബാക്കിൽ കൂടി വേറെ പരിപാടി ചെയ്യുന്ന ആൾക്കാർ. അപ്പം അവരുടെ നല്ല റിലേഷൻഷിപ്പിലായിരിക്കും, കാരണം അവരുടെ ട്രസ്റ്റ് ബ്രോക്കൺ ആയിട്ടുണ്ടാവില്ല. അപ്പം എക്സ്ട്രീമായിട്ടുള്ള പാഷൻ നമുക്കൊരു റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പറ്റിയാൽ, നമുക്ക് അങ്ങനെ ഒരു വ്യക്തിനോട് തോന്നിയാൽ ആ വ്യക്തിയാണ് നമ്മുടെ പേഴ്സൺ. അതാണ് റിലേഷൻഷിപ്പിൻ്റെ ബേസിക്. എനിക്ക് കാണാൻ എൻ്റെ കണ്ണിന് ഭംഗിയില്ലാത്ത ഒരാളോട് എനിക്ക് പ്രണയം വരില്ല.
വരില്ല. എനിക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യണം. എനിക്കൊരു എന്ന് വെച്ചിട്ട് ആളെ ഭയങ്കര സുന്ദരനായിരിക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എൻ്റെ കണ്ണിൽ സുന്ദരനായിരിക്കണം. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും, അയ്യേ ഇതെന്താണ്, ഇതെന്ത് കൊല്ലാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യണം. അപ്പം അട്രാക്ഷനാണ് ദ ബേസിക് എലമെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.